പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഹാഫ് ഇയർലി പോർഷനിൽ വരുന്ന വാർ എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ വളരെയധികം മനോഹരമായിട്ടാണ് എഴുത്തുകാരൻ ലൂയിജി പിരാൻഡെല്ല എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഇതിവൃത്തം, ഇതിന്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധത്തിൽ വേദനിക്കുന്ന ഒരു അച്ഛനും അമ്മയും അവർ യാദൃശ്ചികമായി ട്രെയിനിൽ കണ്ടുമുട്ടുന്ന, എന്നാലോ ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടത്തെക്കുറിച്ച് ഒട്ടും വിഷമിക്കാത്ത അല്ലെങ്കിൽ വിഷമം കാണിക്കാത്ത ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നമുക്ക് ഈ യുദ്ധം അല്ലെങ്കിൽ വാർ എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് കിട്ടുന്നത്. ഇതിലെ ആദ്യത്തെ പാരഗ്രാഫ്, കുറച്ച് യാത്രക്കാര് റോമിൽ നിന്ന് പുറപ്പെടുന്നു. ഫെബ്രിയാനോ എന്ന് പറയുന്ന സ്റ്റേഷനിൽ അവരുടെ ട്രെയിൻ നിർത്തുന്നു. രാത്രി മുഴുവൻ അവരവിടെ ചെലവഴിച്ച് അവിടെ നിന്ന് പ്രഭാതത്തിൽ അവര് സൽമോണ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. The passengers who had left Rome by the night express had to stop until dawn at the small station of Fabriano. They then needed to continue their journey by the old-fashioned local train to Salmona. സൽമോണയിലേക്ക് പോകുന്ന ഈ ട്രെയിനിലേക്ക് ഫാബ്രിയാനോയിൽ വെച്ച് ഒരു ഹസ്ബൻഡും വൈഫും കയറുന്നു. അതാണ് അടുത്ത പാരഗ്രാഫ്. At dawn, in a stuffy and smoky second-class carriage in which a few people had already spent that night, കയറി വരുന്ന സ്ത്രീയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: stout woman in deep mourning was hoisted in. അപ്പോ അത്യാവശ്യം എന്താ പറയാ, നല്ല സങ്കടത്തോടുകൂടി ഒരു സ്ത്രീ ആ കമ്പാർട്ട്മെന്റിലേക്ക് ഫാബ്രിയാനോ എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് കയറി. അവരുടെ കൂടെ അവരുടെ ഹസ്ബൻഡും കയറിയിരുന്നു. അയാളും അതേ സ്റ്റേറ്റിലായിരുന്നു, അതേ അവസ്ഥയിലായിരുന്നു, വിഷമിച്ചിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ഈ കയറി വന്ന ഹസ്ബൻഡിനെ കുറിച്ചും വൈഫിനെ കുറിച്ചും നന്നായിട്ട് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ശരീരഭാഷയിൽ, ശരീര രൂപത്തിന്റെ കാര്യത്തിൽ ഡിഫറെന്റ് ആയിരുന്നു. ഒരാള് വുമൺ സ്റ്റൗട്ടും തടിച്ചിട്ടും, മറ്റാള് മെലിഞ്ഞിട്ടും ആയിരുന്നു. ഈ ഹസ്ബൻഡിന്റെ കണ്ണുകൾ നല്ല തിളക്കമുള്ളതായിരുന്നു, ചെറിയ കണ്ണുകളായിരുന്നു. ഷൈ ആൻഡ് അണീസി ആയിരുന്നു ഇയാള്, എന്നുവെച്ചാൽ അസ്വസ്ഥനായിരുന്നു. ഈ രണ്ടുപേരും കയറിയപ്പോ ഈ സ്ത്രീക്ക് ആരോ കുറച്ച് സ്ഥലം ഇരിക്കാനായിട്ട് കൊടുത്തു. ഹസ്ബൻഡും ഒരു സീറ്റ് തരപ്പെടുത്തി. വേഗം ഭാര്യയോട് അവളുടെ സുഖം അന്വേഷിച്ചു ഭർത്താവ്. എന്താണ് ചോദിച്ചതെന്ന് നോക്കി. "Are you all right dear?" എന്ന് ചോദിച്ചു. ഭാര്യ അതിന് മറുപടി പറഞ്ഞില്ല. അവൾ സങ്കടപ്പെട്ട് വിഷമിച്ച് ആകെ തകർന്നിരിക്കുകയായിരുന്നു. അവളുടെ ഓവർകോട്ടിന്റെ കോളറൊന്ന് ഉയർത്തി മുഖം അതിൽ എന്താ പറയാ ഒളിപ്പിച്ച് അവിടെ ഇരുന്നു. കണ്ടോ? The wife, instead of answering, pulled up the collar of her coat to hide her in the face. ഭർത്താവിന് ഇങ്ങനെ പറയേണ്ട വന്നു. ഓഹ്, നാസ്റ്റി വേൾഡ്, എന്ത് ലോകം അത്! ഇത്രയും വേദന ഞങ്ങൾക്ക് എതിര് തന്നു എന്ന് അയാൾക്ക് പറയേണ്ട വന്നു. And he felt it is his duty to explain to his traveling companions that the poor woman was to be pitied. അപ്പോൾ അയാളുടെ ഡ്യൂട്ടി ആയിട്ട് കരുതി. അതായത് ഈ ട്രെയിനിൽ കയറിയപ്പോൾ സീറ്റൊക്കെ കൊടുത്ത ഈ യാത്രക്കാരോട് ഈ ഇരിക്കുന്ന എൻ്റെ ഭാര്യ സഹതാപം അറിയിക്കുന്നുണ്ട്, ഇത്തിരി സിമ്പതി നിങ്ങൾ അവരോട് കാണിക്കണമെന്ന് അയാൾക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരോട് അയാളുടെ വിഷമം പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരേ ഒരു മകൻ, 20 വയസ്സാണ് അവന്, പഠിക്കാനായിട്ട് റോമിലേക്ക് വന്നു. ഞങ്ങൾ അവൻ്റെ കൂടെ വന്നു. സൽമോണയാണ് ഞങ്ങളുടെ സ്ഥലം. അതിനുശേഷം 3 മാസം മുൻപ് അവനെ പട്ടാളത്തിലേക്ക് എടുത്തു. ഞങ്ങൾ അതിനെ എതിർത്തൊന്നുമില്ല. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ ഞങ്ങൾ പട്ടാളത്തിൽ എടുക്കുമ്പോൾ പറഞ്ഞു, അതായത് അവനെ യുദ്ധമുഖത്തേക്ക് അയക്കരുത്. അതൊക്കെ അവര് സമ്മതിച്ചതാണ്. പക്ഷെ ഇതാ 2 ദിവസം മുന്നേ ഞങ്ങൾക്കൊരു എന്താ പറയാ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നു. മകന്റെയാണ്,
എത്രയും പെട്ടെന്ന് വരാ, 3 ദിവസത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യും, യുദ്ധമുഖത്തേക്ക് പോകും, അച്ഛനും അമ്മയും വന്ന് കണ്ടാൽ എനിക്കൊന്ന് കാണാൻ പറ്റും. കാണാൻ പോവാണ് ഞങ്ങൾ സൽമോണിലേക്ക്, അവിടുത്തെ മിലിറ്ററി ക്യാമ്പിലേക്ക്. അപ്പം അതുകൊണ്ട് എൻ്റെ ഭാര്യയോടും എന്നോടും അല്പം, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയോട് സഹതാപം കാണിക്കാൻ ഇയാൾ അവരോട് ആവശ്യപ്പെട്ടു. ആരോട്? ഈ ട്രെയിനിലിരിക്കുന്ന പാസഞ്ചേഴ്സിനോട്. സത്യത്തിൽ ഈ ആരും തന്നെ ഈ സ്ത്രീയോട് ഒരു സഹതാപവും കാണിച്ചില്ല. രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ. ദ വുമൺ വാസ് ട്വിസ്റ്റിംഗ് ആൻഡ് റിഗ്ലിംഗ്, അറ്റ് ടൈംസ് ഗ്രൗളിംഗ് ലൈക്ക് എ വൈൽഡ് അനിമൽ. കാരണം she felt certain that all those explanations would not have aroused even a shade of sympathy from the people. എന്തുകൊണ്ട് ആൾക്കാർ ഈ സ്ത്രീയോട് ഈ സിമ്പതി കാണിച്ചില്ല? കാരണമുണ്ട്. അവരൊക്കെ ഇതേ അവസ്ഥയിലായിരുന്നു. അവരുടെയൊക്കെ മക്കള് യുദ്ധത്തിന് പോയിട്ടുണ്ട്. ചിലർ യുദ്ധത്തിന് പോയി മുറിവ് പറ്റി തിരിച്ചു പോയിട്ടുണ്ട്. ചിലരുടെ മരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ യുദ്ധത്തിലേക്ക് പോകാൻ പോകുന്ന ഒരു സ്ത്രീയുടെ വിഷമം അവരെ സംബന്ധിച്ച് അത്ര വലിയ വിഷമമൊന്നും അല്ല. യു ഷുഡ് താങ്ക് ഗോഡ് ദാറ്റ് യുവർ സൺ ഈസ് ലീവിങ് ഫോർ ദ ഫ്രണ്ട് ഓൺലി നൗ. ഒരാള് ഇതൊക്കെ കേട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഇന്ന് പോകുന്നേ അല്ലേ ഉള്ളൂ, ദൈവത്തോട് നന്ദി പറയും. കാരണം എൻ്റെ മകൻ പോയി 2 പ്രാവശ്യം wounded-ആയി തിരിച്ചു വന്നു, വീണ്ടും അവർ കൊണ്ടുപോയി. അപ്പൊ പിന്നെ ഞാനെന്തോരം വിഷമിക്കണം എന്ന് ഒരാള് ഈ സ്ത്രീയെ ആശ്വസിപ്പിച്ചു. അപ്പോ ഈ ഹസ്ബൻഡ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ആകെ ഒരേ ഒരു മകനുള്ളൂ. അപ്പോ അയാൾ പറഞ്ഞു, ഒരു മകനായ എന്താ കുഴപ്പം? വാട്ട് ഡിഫറൻസ് കുഡ് ഇറ്റ് മേക്ക്? ഒരു അച്ഛനും അമ്മയ്ക്കും 1 മകനോ 2 മകനോ 3 മകനോ എത്ര മകനായിക്കോട്ടെ, അവരോടൊക്കെ നമുക്ക് ഒരേ സ്നേഹമാണ്. അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി വേദനയുണ്ട്. അതിപ്പോ ഒരാളായാലും 2 ആളായാലും എന്ന് നമ്മുടെ ഈ യാത്രക്കാരൻ ഇവരോട് പറഞ്ഞു. സ്നേഹത്തിനെക്കാട്ടും ഇരട്ടിയാണ് വേദന. 1 ആളായിക്കോട്ടെ, 2 ആളായിക്കോട്ടെ, 3 ആളായിക്കോട്ടെ, എത്ര ആളായിക്കോട്ടെ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കേട്ടോ, ട്രൂ എന്ന് പറഞ്ഞു. ബട്ട് സപ്പോസ് ഫാദർ ഹാസ് 2 sons. ഇയാൾ പറഞ്ഞു, എന്നാലും 2 മക്കളുള്ള ആൾക്ക് 1 ആൾ നഷ്ടപ്പെട്ടാൽ അയാൾക്ക് 1 മോനുണ്ടെന്ന് സമാധാനിക്കാലോ, ഞങ്ങൾക്ക് ഒരേ ഒരാളാ. യെസ് ആൻസേർഡ് ദ അതർ ഗെറ്റിംഗ് ക്രോസ്. മറ്റേ ആൾക്ക് ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. A son left to console him, but also a son left for whom must survive in distress. പക്ഷേ 1 മകൻ പോയി, 1 മകൻ ഉണ്ടെങ്കിലും പോയ മകനെ കുറിച്ചുള്ള വേദന ഒരു അച്ഛന് താങ്ങാൻ പറ്റില്ല. 1 ആയാലും 2 ആയാലും. നിങ്ങൾ എന്ത് വർത്തമാനം പറയണം എന്ന് പറയും. ഇത്രയൊക്കെ കേട്ടപ്പോ അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ പ്രധാനപ്പെട്ട കഥാപാത്രം, ഇതുവരെ മിണ്ടാതെ ട്രെയിനിൽ ഇരുന്നിരുന്ന കഥാപാത്രം, ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്ന കഥാപാത്രം, ഡയറിയുമായി ബന്ധപ്പെട്ട കഥാപാത്രം എഴുന്നേറ്റു. അയാൾ പറഞ്ഞു, വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് എന്ന് പറഞ്ഞു. എ സ്റ്റൗട്ട് റെഡ് ഫേസ്ഡ് മാൻ വിത്ത് ബ്ലഡ് ഷോട്ട് ഐസ്. ഇപ്പോ ഇത്ര നേരം സംസാരം കേട്ടിട്ട് എഴുന്നേറ്റ് വന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അയാള് ചുവന്ന കണ്ണുകൾ, ചുവന്ന മുഖം, നല്ല തടിച്ച ശരീരമാണ് അയാളുടെ കണ്ണിങ്ങനെ ബൾജ് ചെയ്തിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകളാണ്. അയാളുടെ ഉള്ളില് എന്തോ ഒരു അൺകൺട്രോൾഡ് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ഊർജത്തോടുകൂടി അയാൾ പറഞ്ഞു, വീണ്ടും നോൺസെൻസ്. കുറെ നേരമായല്ലോ 1 മോനാണ്, 2 മകനാണ്, ദുഃഖം വരട്ടിയാണ് എന്നൊക്കെ പറയുന്നു നിങ്ങൾ. ഡു വി ഗീവ് ലൈഫ് അവർ ചിൽഡ്രൻ ഫോർ അവർ ഓൺ ബെനിഫിറ്റ്? നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ വളർത്തുന്നത് നിങ്ങളുടെ ലാഭത്തിന് വേണ്ടിയിട്ടാ? രാജ്യത്തിന് അതിൽ പങ്കൊന്നുമില്ലേ? രാജ്യത്തിന് അവരെ വേണ്ടേ? അതർ ട്രാവലർ സ്റ്റേഡ്. പെട്ടെന്ന് മറ്റു ട്രാവലർ ഇയാളെ ഇങ്ങനെ തുറച്ചു നോക്കി. The one who had his son in the front since the first day of the war side. അപ്പോ ആദ്യത്തെ ദിവസം എൻ്റെ മകനെ യുദ്ധത്തിന്റെ ആദ്യത്തെ ദിവസം തന്നെ യുദ്ധവേലയിൽ വിട്ടു എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇതിൽ നേരത്തെ. അയാളൊന്ന് നെടുവീർപ്പ് വിട്ടു. എന്നിട്ട് ഇയാളെ നോക്കി, എന്നിട്ട് പറഞ്ഞു, യു ആർ റൈറ്റ്, അവർ ചിൽഡ്രൻ ഡു നോട്ട് ബിലോങ് ടു ദ അസ്, ദേ ബിലോങ് ടു ദ കൺട്രി. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ, നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടൊന്നല്ല നമ്മുടെ മക്കളെ വളർത്തുന്നത്, രാജ്യത്തിനും അവരെ ആവശ്യമുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ നമ്മുടെ ഈ തടിച്ച ശരീരമുള്ള, ചുവന്ന കണ്ണുകളുള്ള, ചുവന്ന മുഖവും, എന്താ പറയാ, വളരെ സ്റ്റൗട്ടായിട്ടുള്ള അയാൾ പറഞ്ഞു, എന്താണെന്നറിയോ? ഡു വി തിങ്ക് ഓഫ് ദ കൺട്രി വെൻ വി ഗീവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ? നമ്മള് നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? We belong to them, but they never belong to us.
നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്താണ് നമ്മൾ ചിന്തിക്കാറ്? വി ബിലോങ് ടു ദം, നമ്മൾ അവരുടെയാ. പക്ഷെ നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മുടെ അല്ല കേട്ടോ. അവർ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. നോക്കൂ, ആൻഡ് വെൻ ദേ റീച്ച് 20 ദേ ആർ എക്സാക്ട്ലി വാട്ട് വി ആർ അറ്റ് ദെയർ ഏജ്. നമ്മളൊക്കെ 20 വയസ്സായിരുന്നപ്പോൾ സ്ഥിതി എന്താ? ഇതുപോലെ നമ്മുടെ മക്കളും ഈ പ്രായത്തിലെത്തുമ്പോൾ പിന്നെ അവർ നമ്മൾക്ക് സ്വന്തമല്ലാതാവും. അവരവരുടെ ലോകത്ത് ജീവിക്കേണ്ടതായിട്ട് അവർക്ക് വരും. നോക്കൂ, ഓഫ് കോഴ്സ്, ബട്ട് സ്ട്രോങ്ങർ ദാൻ ഇറ്റ് ഈസ് ദ ലവ് ഓഫ് അവർ ചിൽഡ്രൻ. ഈസ് ദർ എനി വൺ ഓഫ് us ഹിയർ ഹൂ വുഡൻറ്റ് ഗ്ലാഡ്ലി ടേക്ക് ഹിസ് സൺസ് പ്ലേസ് അറ്റ് ദ ഫ്രണ്ട് ഇഫ് ഹി കുഡ്? നമുക്ക് നമ്മുടെ മക്കളോടുള്ള സ്നേഹം വലുത് തന്നെ, സമ്മതിക്കുന്നു. ഇപ്പൊ ആരെങ്കിലും നമ്മളോട് പറയാണ്, നിങ്ങളുടെ മകന് പകരം നിങ്ങൾക്ക് യുദ്ധത്തിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പോയേക്കാം. ഇതൊക്കെ ശരിയാണെങ്കിൽ കൂടെ നമ്മുടെ മക്കൾ നമ്മുടേതല്ല, നമ്മളുടെ ബെനിഫിറ്റിനല്ല നമ്മൾ അവരെ വളർത്തുന്നത്. അതില് തീർച്ചയായിട്ടും രാജ്യത്തിനും ഇവരെ വേണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയും കൂടിയാണ്. നമ്മളതിൽ സങ്കടപ്പെടാനോ കരയാനോ പാടില്ല. അപ്പൊ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഈ സ്ത്രീയെ കൺസോൾ ചെയ്തു. അതിലേറ്റവും കൂടുതൽ കൺവിൻസിങ് ആയി തോന്നിയത് ഇയാളുടെ വർത്തമാനമാണ്. പെട്ടെന്ന് എല്ലാവരും കുറച്ചു നേരം മിണ്ടാതിരുന്നപ്പോ ഇയാൾ വീണ്ടും പറഞ്ഞു, നിങ്ങൾ എന്താ കരുതിയേ? എൻ്റെ മകൻ മരിക്കുന്നതിന് തൊട്ട് മുൻപ് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. അവൻ പട്ടാളത്തിലാ. അവൻ അയച്ചത് എന്താണെന്നറിയോ? എനിക്ക് മെസ്സേജ്, അച്ഛൻ ഒരിക്കലും എന്നെ ഓർത്ത് ദുഃഖിക്കരുത്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് യുദ്ധത്തിന് വന്നത്. അതിൽ മരിക്കുന്നത് സംതൃപ്തിയോടുകൂടിയാണ്. എന്നെ ഓർത്ത് അച്ഛൻ കരയല്ല ചെയ്യേണ്ടത്, അഭിമാനത്തോടെ ചിരിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് അവൻ മെസ്സേജ് അയച്ചത് മരിക്കുന്നതിന് തൊട്ട് മുൻപ്. നോക്കൂ, ഐ ഡു നോട്ട് വെയർ എ മോർണിംഗ് ഡ്രസ്. ഞാനൊരു സങ്കടത്തെ കാണിക്കാനായിട്ട് കറുത്ത വസ്ത്രമൊന്നും ചെയ്തിട്ടില്ല, ധരിച്ചിട്ടേ ഇല്ല. ഇത്രയും പറഞ്ഞ് അയാളുടെ കോട്ടൊക്കെ ഒന്ന് അങ്ങനെ ഷുക്ക് ചെയ്തിട്ട് അയാളുടെ കണ്ണിൽ ചെറുതായിട്ട് അപ്പോൾ കണ്ണീര് പൊടിയിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അച്ഛൻ്റെ സുഖമല്ല ദുഃഖം ഉണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് അയാൾ ഒരു ചിരി ചിരിച്ചപ്പോൾ ആ ചിരി മറ്റുള്ളവർക്ക് ഒരു സോബായിട്ടാണ് തോന്നിയത്, ഒരു ഏങ്ങല് കരച്ചിലായിട്ടാണ് അത് തോന്നിയത്. എല്ലാവരും പറഞ്ഞു, ക്വൈറ്റ് സോ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. നമ്മുടെ മക്കൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഡ്യൂട്ടിയൊക്കെ ഉണ്ട്. അവർ വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടേതല്ല അവർ. നമ്മളും ആ പ്രായത്തിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. ഇത്രയും കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ, അവിടെ ഇരുന്നിരുന്ന സ്ത്രീ ആലോചിച്ചു, നമ്മുടെ ആ ഹസ്ബൻഡ് ആൻഡ് വൈഫിലെ വൈഫ്, ഇത്രയും ദിവസമായിട്ട് 3 മാസമായിട്ട് ഒരാൾ പോലും എന്നെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളൊന്നും എനിക്ക് അടുത്തൊന്നും കിട്ടില്ല, ഹസ്ബൻഡിൽ നിന്നും കിട്ടില്ല, ഒരിടത്തും കിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തിയുടെ വർത്തമാനം, സ്വന്തം മകന്റെ മരിക്കുന്നതിന് മുന്നുള്ള മെസ്സേജിനെ കുറിച്ചൊക്കെയുള്ള വർത്തമാനം കേട്ടപ്പോൾ ഈ സ്ത്രീക്ക് ചെറിയ ഒരു സമാധാനം തോന്നി. അവളുടെ വിഷമം ഒന്ന് അടങ്ങിയ പോലെ തോന്നി. എന്നാലും ഈ വ്യക്തിയുടെ സംസാരം കേട്ടപ്പോൾ ഇവൾക്ക് ഭയങ്കര അതിശയം തോന്നി. ഒരു മകൻ മരിച്ചു എന്ന് ഇത്ര സില്ലിയായിട്ട് സിമ്പിളായിട്ട് എങ്ങനെയാ പറയാൻ പറ്റുക? ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ധൈര്യമുള്ളവരാ. ഇവരൊക്കെ വളരെ ഉയർന്ന തലത്തിലാണ്. ആ തലത്തിലേക്ക്, ഹൈറ്റിലേക്ക് എനിക്ക് എന്നെ കൊണ്ട് വരാൻ പറ്റിയില്ല. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. ഇവർക്കൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ട് ഇവരൊക്കെ എത്ര എന്താ പറയാ ഗട്ട്സോടുകൂടിയാണ് അവരിയ്ക്കുന്നത്. അവരാരും സങ്കടപ്പെടുന്നില്ല. സ്വന്തം രാജ്യത്തിന്റെ നല്ലതിന്, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ടാണ് സ്വന്തം മക്കൾ യുദ്ധം ചെയ്യാൻ പോയാൽ മരിച്ചത് എന്നവർ സമാധാനിക്കുക ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഈ വ്യക്തിയുടെ, ഈ കുറച്ചു നേരത്തെ മുന്നേ മകൻ മരിച്ചു എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, മിസ്റ്റർ, നിങ്ങൾ പറഞ്ഞത് നേരാണ്. ഈസ് യുവർ സൺ റിയലി ഡെഡ്? ഇത് കേട്ടപ്പോ ആ വ്യക്തി ഓൾറെഡി പറഞ്ഞതാണ്, എൻ്റെ മകൻ മരിക്കുന്നതിന് മുൻപ് മെസ്സേജ് അയച്ചതൊക്കെ പറഞ്ഞതാണ്. അയാൾ ഈ സ്ത്രീയുടെ ഈ ഡയലോഗ് കേട്ടപ്പോൾ ഈ സ്ത്രീയെ കുറച്ചു നേരം തുറിച്ചു നോക്കി, വീണ്ടും നോക്കി. അയാളുടെ കണ്ണുകൾ ഇങ്ങനെ ഒന്നും കൂടെ ബൾജ് ചെയ്യുന്ന പോലെ തോന്നി. ആ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുന്നത് എല്ലാവരും കണ്ടു. അപ്പൊ അവരെ കന്തം വിട്ടിച്ചു. ഇപ്പൊ തന്നെ ഇത്ര ധൈര്യത്തിൽ സംസാരിച്ച ആൾക്ക് സ്വന്തം മകൻ മരിച്ചു എന്ന് വീണ്ടും കേട്ടപ്പോ വീണ്ടും ചോദിച്ചപ്പോ കരയണു. അയാൾ അത്രയും പറഞ്ഞിട്ട് വേഗം അയാളുടെ പോക്കറ്റിൽ, വേഗം ഈ ഒന്നും പറയാതെ പോക്കറ്റിൽ നിന്നൊരു കർച്ചീഫ് വലിച്ചെടുത്ത് കണ്ണുകൾ മുഖം അതിൽ പൊത്തിപ്പിടിച്ചിട്ട് ഏങ്ങി കരയാൻ തുടങ്ങി. കാരണം ആ രണ്ടാമത്തെ ചോദ്യം വരെ അയാൾക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. മകന്റെ മരണത്തിന്റെ വേദന, ആ വേർപാടിന്റെ വേദന. നോക്കൂ, he looked and looked at her
It was as if only then, at that silly, incongruous question, he had suddenly realized at last that his son was really dead. Gone forever. Forever എന്ന് അയാൾ മകനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് അയാൾ തോന്നി. പിന്നൊന്നും പറയാനില്ല. അയാൾ ആ ടവലില് ഹാൻഡ് കർച്ചീഫിൽ മുഖം അമർത്തിയിട്ട് അയാൾ ഉറക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, സോബ് ചെയ്യാനായിട്ട്, തേങ്ങി കരയാനായിട്ട് തുടങ്ങി. എല്ലാവരും പോയി നോക്കുന്നു. ഇതിന്റെ അർത്ഥം എത്രയൊക്കെ നമ്മൾ അടക്കി പിടിച്ചാലും സ്വന്തം മകന്റെ വേർപാട് ഒരു അച്ഛനും താങ്ങാനാവാൻ പറ്റില്ല. അമ്മയ്ക്ക് മാത്രമല്ല, ഇവിടെ അമ്മയാണ് കൂടുതൽ അവരെന്ത് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്തത്. ഇവിടുത്തെ അച്ഛൻ്റെയും ദുഃഖം അതുപോലെ തന്നെ പ്രസവിക്കാതെ സ്വന്തം മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അവരുടെ വേർപാടിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുകയൊക്കെ ചെയ്യുന്നത് ആരാണ്? നോ ഡൗട്ട് അച്ഛനാണ്.